Hi, this is Robin. Today let's talk about the premium sedan Audi A6 S-Line. വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓഡിയുടെ പ്രശസ്തമായ വലിയ ഗ്രില്ല്, അതിൻ്റെ സെൻട്രലിൽ സിൽവർ കളറിൽ ഓഡിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലാമ്പിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 സ്പ്ലിറ്റ് ലെവലാണ് ഹെഡ്ലാമ്പ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലാണ് അതിൻ്റെ ഒരു DRL വന്നിരിക്കുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു 20 ഇഞ്ച് അലോയ് വീൽസ് ആണ്. S-Line സ്പെക്കിൽ മാത്രം വരുന്ന അലോയാണിത്. പിന്നെ ഇവിടെ ഒരു സ്പോർട്സ് ലൈൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ലൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ S-Line ബാഡ്ജിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഫ്രണ്ട് ഡോറ് ത്രൂ ബാക്കിൽ ടെയിൽ ലാമ്പ് വരെ ഉണ്ട് ബോഡി ലൈൻ. അതൊരു പ്രോപ്പർ ബ്യൂട്ടി ഈ വണ്ടിക്ക് നൽകുന്നുണ്ട്. വണ്ടിയുടെ ബൂട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കീ. ഇത് വെച്ചിട്ട് നമുക്ക് ബൂട്ട് തുറക്കാം. 530 ലിറ്ററാണ് ഇതിൻ്റെ സ്പേസ്. യൂഷ്വലി നമുക്ക് അത്യാവശ്യം ലഗേജസ് എല്ലാം ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ സ്പെയർ വീൽ ഇവിടെയാണുള്ളത്. ഇത് വണ്ടിയിൽ വരുന്ന ഇൻബിൽറ്റ് വീലിനേക്കാളും സൈസ് കുറവായിരിക്കും സ്പെയർ വീല്. ബിക്കോസ് മാക്സിമം 80 കിലോമീറ്ററാണ് ഇതിട്ടിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു വർക്ക്ഷോപ്പ് വരെയാണ് കമ്പനി ഇത് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് ഒന്ന് കാണാം. ഇന്റീരിയർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഡോർ പാനൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 സ്വിച്ചസ് ഉണ്ട്. അത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ മെമ്മറി സ്വിച്ചസ് ആണ്. 2 പൊസിഷനിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വണ്ടി ലോക്ക് ചെയ്യുന്നത്, അൺലോക്ക് ചെയ്യുന്ന സ്വിച്ച്. ഇത് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്. ഇത് പവർ വിൻഡോസിന്റെ സ്വിച്ചസ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബൂട്ട് നമുക്ക് തുറക്കാവുന്ന സ്വിച്ചാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സെയിം തന്നെയാണ് ഈ ഡോറയിലും. നമുക്ക് ലോക്കിംഗ് അൺലോക്കിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇൻബിൽറ്റ് സ്പീക്കറാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷിൽ വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് ഇതിൻ്റെ ഇന്റീരിയറിന്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ട് നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ AC കൺട്രോളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഡ്യുവൽ സോൺ AC ആണ്. ഇതാണ് ഇതിൻ്റെ പാർക്ക് സ്വിച്ച്. ഇത് ഓട്ടോ ഹോൾഡിന്റെ സ്വിച്ചാണ് വരുന്നത്. ഇത് നോർമലി ഇതിൻ്റെ സ്റ്റീരിയോയുടെ കൺട്രോൾസും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സ്വിച്ചസ് ആണ് ഇത് വരുന്നത്. റേഡിയോ, മീഡിയ എല്ലാം ഉള്ളത്. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയോ സ്റ്റേഷൻ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പോർട്സ് ലൈൻ ഓഡിയുടെ സ്റ്റിയറിംഗ് വീല്. ഇവിടെ നമുക്കൊരു S-Lineന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാവുന്നതിൻ്റെ സ്വിച്ചസ്, വോളിയം പ്ലസ് മൈനസ്, ഫോൺ ബുക്കിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് യൂഷ്വലി ജർമ്മനിലെല്ലാം വരുന്ന ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് RPM മീറ്ററും അടുത്തത് നമുക്ക് കിലോമീറ്ററിൻ്റെ മീറ്ററാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ മെഷർമെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ കിലോമീറ്റേഴ്സ് ഓടിയതും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ചെറിയ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും ചെറിയ പാക്ക് ഓഫ് ടിഷ്യൂസ് എല്ലാം വേണമെങ്കിൽ നമുക്കിവിടെ കീപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം അവിടെ. ഇതിൻ്റെ ഒരു റിയർ സ്പേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിയർ ഡോറിലാണെങ്കിൽ നമുക്കിവിടെ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ബ്ലാക്ക് വിത്ത് ക്രോമിയം ഫിനിഷിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ സീറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫയൽ ഹോൾഡേഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാൻ പാകത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻട്രൽ AC ഉണ്ട്. ഇത് നമുക്ക് പുറകിലിരിക്കുന്ന ആളുകളുടെ ഇഷ്ടപ്രകാരം AC ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ. റിയറിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ആളായിരുന്നിട്ട് പോലും എൻ്റെ കാലിവിടെ മുട്ടുന്നില്ല. അപ്പോൾ ഒരു അത്യാവശ്യം നമുക്ക് കാല് മുട്ടാതെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ റിയർ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇപ്പം ഇവിടെ ഒരു ചൈൽഡ് സീറ്റ് വെച്ചിട്ടുണ്ട്. ചൈൽഡ് സീറ്റ് വേണമെങ്കിൽ നമുക്ക് സൈഡിലോ സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇപ്പം സെൻറ്ററിൽ ഇതിനൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആംറസ്റ്റിൽ ഒരു ചെറിയ സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. ഇപ്പം ഇതിനകത്തൊരു കുട്ടികൾ കളിക്കുന്ന ചെറിയ ടോയ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കപ്പോൾ വണ്ടിയുടെ എൻജിൻ ബേ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ എൻജിൻ ബേ. ഇത് ഒരു 2 ലിറ്റർ TDI ആണ്. 190 bhp ആണ് വണ്ടിയുടെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് എല്ലാം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചില കേബിൾസ് കാര്യങ്ങളെല്ലാം ആണെങ്കിലാണ് പ്രോപ്പർലി സീൽഡ് ആണ്. ഇവിടെ ചെറിയൊരു ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 73 ലിറ്റർ ആണ്. ഇതിപ്പോൾ ഡീസൽ ആയതുകൊണ്ട് ഇപ്പോൾ യൂഷ്വലി ഇത് ഇങ്ങനെ ഹാങ് ചെയ്യുക. ഇത് AdBlueൻ്റെ ടാങ്കാണ്. അപ്പോൾ AdBlue ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ കീയിൽ പ്രസ് ചെയ്യാതെ ഈ ബട്ടണിൽ കൂടെ തന്നെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ നോർമലി എല്ലാ ഡോറുകളിലും എല്ലാ ഡോർ ഹാൻഡിൽസിലും കൊടുത്തിട്ടുണ്ട്. 4 ഡോർ ഹാൻഡിൽസിലും അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു പ്രീമിയം സെഡാൻ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട്. വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4933 വിട്ട് എന്ന് പറയുന്നത് 1873 ആണ്. അതുപോലെ 125 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് വണ്ടിക്ക്. ഈ സെഗ്മെന്റിലുള്ള ബെൻസ് E-Class ആണെങ്കിലും BMW 5 സീരീസിനോടൊപ്പം ആണെങ്കിലും ഒരു ബെറ്റർ പ്രൊഫൈൽ നൽകുന്നു. വീണ്ടും വേറൊരു കാറുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.